ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് കുറുവാ ദ്വീപിലേക്കാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു നമുക്ക് പോയിട്ട് വരാമെന്ന്. അപ്പോൾ മഴേൻ്റെ മുമ്പ് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 10-11 മണിയായപ്പോൾ ഞങ്ങളത് മാറ്റി ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ദിവമോൾ ഏകദേശം ഒരേ കളർ തന്നെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഒരു ഡാർക്ക് ഗ്രീനാണ് ദിവമോൾ ഇട്ടിട്ടുള്ളത്, അതേപോലത്തെ ഒരു ഗ്രീൻ തന്നെയാണ് ഞാനും ഇട്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മളിത് ആ മുട്ടിൽ നിന്ന് നേരെ യാത്ര തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ. മഴ പെയ്ത് നനഞ്ഞ് പിണ്ടിയാവോ ഒന്നും അറിയില്ല കേട്ടോ. പിന്നെ ഞാനൊരു സൺഗ്ലാസ് വെച്ചിട്ടുണ്ട്, ഇനി വെയിലടിച്ച് കരിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പോകുന്നത് മീനങ്ങാടി വഴിയാണ് കേട്ടോ. അപ്പോൾ കാക്കവയൽ കഴിഞ്ഞ് കുറച്ച് ഇപ്പുറത്തിയപ്പോൾ നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട്. ഫോൺ ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. ആ ടൈമിൽ ഞാനും ദിവമോളും മെല്ലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഈ ഒരു ചെമ്പകമരം കണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ പറിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ അവിടെ താഴെയുള്ള ഒരു ചേട്ടൻ നമുക്ക് ചെമ്പകം പറിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വണ്ടിയെടുത്ത് അങ്ങോട്ടേക്ക് പോയിട്ടോ. അങ്ങനെ നമ്മൾ മീനങ്ങാടി വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ദിവമോക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ കരിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ 2 കരിക്കാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ 2 കരിക്കിലും നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടാളും നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വത്തക്ക ഉണ്ട്, അതുപോലെ തന്നെ പൈനാപ്പിൾ ഉണ്ട്, പിന്നെ മഞ്ഞ വത്തക്ക ഉണ്ട്, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ 2 കരിക്ക് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ചേട്ടന് ഇതാ ഞങ്ങൾക്ക് വെട്ടി പൊളിച്ച് തരുന്നുണ്ട് കേട്ടോ. നമ്മളവിടുന്ന് കരിക്ക് വാങ്ങുന്ന സമയത്ത് ദിവമോക്ക് മുട്ടായി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ബട്ടർഫ്ലൈൻ്റെ ജെല്ലി മുട്ടായിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആദ്യം 2 എടുത്തിട്ട് വന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു 1 മതി എന്ന് പറഞ്ഞിട്ട് 1 അതിൽ തന്നെ ഇടിപ്പിച്ചിട്ടോ. നിലവിലെ കാലാവസ്ഥ അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെയിലാണെങ്കിൽ ശക്തമായിട്ടില്ല, എന്നാൽ മഴയും ഇല്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മുട്ടായാണ് ദിവമോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ജെല്ലി മുട്ടായിയാണ് കേട്ടോ. പിന്നെ നമുക്കിത് ഇളനീര് കുടിച്ചതിൻ്റെ ബാക്കി ഇതാ ഇളനീ അവരിങ്ങനെ പൂണ്ടിട്ട് കവറിലാക്കി തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ ഇതാ എത്താനായിട്ടുണ്ട് കേട്ടോ. കുറുവാ ദ്വീപ് എത്താനായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഈ കാട്ടിലൂടെയുള്ള യാത്ര കേട്ടോ, അത് ഭയങ്കര രസകരമായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് ആനേനോ മാനിനോ മയിലിനോ എന്തിനെങ്കിലും കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ക്യാമറ ഓണാക്കി കൊണ്ട് ഇങ്ങനെ വന്നത് കേട്ടോ. പക്ഷേ ഒന്നിനെയും കാണാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ കുറേ കുരങ്ങൻകുട്ടികളെയും കുരങ്ങന്മാരെയൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് ചാർജ് വരുന്നത് 220 രൂപയാണ് കേട്ടോ. പിന്നെ വണ്ടി പാർക്കിങ്ങിൻ്റെ അതിൻ്റെ ചാർജ് ഉണ്ട് കേട്ടോ. 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട കേട്ടോ. അതുകൊണ്ട് തന്നെ ദിവമോക്കും ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ താഴോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമ്മൾ ചെങ്ങാടത്തിലാണ് പോകാൻ പോകുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. പണ്ടൊരിക്കലും ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ചെങ്ങാടത്തിൽ അപ്പുറം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ കാലത്ത് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ആ ടൈമിൽ ഇവിടെ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇപ്പുറം വരാതിരുന്നത് കേട്ടോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതൊക്കെ കാണാൻ പറ്റിയാലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ചെങ്ങാടത്തിൽ പോകുമ്പോൾ ഇതേപോലുള്ള കയറുകളാണ് കേട്ടോ അവർ ചെങ്ങാടം ഇങ്ങനെ ഇതാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ കയറ് പിടിച്ച് വേണം അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. കയറുന്നതിന് മുമ്പ് അവർ നമുക്ക് ജാക്കറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ട് നമ്മളിത് അപ്പുറം എത്തിയിട്ടുണ്ട് കേട്ടോ. അധികമായിട്ടുള്ള ദൂരമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ കേട്ടോ. അവിടെ നിന്ന് നോക്കിയാൽ ഇവിടെയും കാണാം, ഇവിടെ നോക്കിയാൽ അവിടെയും കാണാം, അങ്ങനെ കേട്ടോ ഉള്ളത്. നമ്മളിത് അപ്പുറം എത്തിയിട്ടുണ്ട്. ഇപ്പുറം എത്തിയിട്ടുണ്ട്. ഇതാ ഈ ഒരു മുളേൻ്റെ പാലാണ് കേട്ടോ ആദ്യം നമ്മൾ കാണുന്നത്. ഇവിടെ ഈ പാലം പണിയുന്നത് വെറുതെ ആയിരിക്കില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം ഇങ്ങോട്ടേക്ക് അടിച്ച് കയറും കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു പാലം ഇവിടെ പണിതതെന്ന് മനസ്സിലായി. അതിൻ്റെ സൂചകമായിട്ട് അവിടെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പാലം കടന്ന് ഇപ്പുറം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 800 മീറ്റർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും ദിവമോളും അതുപോലെ തന്നെ കുട്ടേട്ടനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഷെഡ് ഉണ്ട്. ആ ഷെഡിലാണെങ്കിൽ വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് ഫുൾ കാടാണ്. കാട്ടിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്ര ഭയാനകമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത്രയ്ക്കങ്ങ് ഇല്ല കേട്ടോ. കാരണം ഇവിടുന്നൊക്കെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ കാട്ടിൽ നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഇങ്ങനെ പൊഴിഞ്ഞ് വീണുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നടക്കുന്നതിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ ആ പുഴ നമുക്ക് കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാം കേട്ടോ. പിന്നെ അവിടെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്, മുതലുണ്ട് എന്നൊക്കെ. മുതലേനൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ മുതലേനും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മളിതാ പിന്നെ ഇതുപോലെയുള്ള പാലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2-3 ഇതുപോലുള്ള പാലമൊക്കെ കിടന്ന് നമ്മൾ അപ്പുറം കുറച്ച് നടക്കാനുണ്ട്.
അങ്ങനെ നമ്മൾ നടന്ന് അവസാനം നമ്മൾ സ്പോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെയാണ് സംഭവം കേട്ടോ. ഇവിടെയാണ് ഇനി നമുക്ക് കാണാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ട് കുറേ പാറകളും വെള്ളച്ചാട്ടം പോലെയുള്ള ഒരു ചെറിയൊരു സ്ഥലമാണ് കേട്ടോ. വെള്ളച്ചാട്ടം എന്ന് പറയാനില്ല, കുറേ നിറച്ചും പാറകളും പിന്നെ കുളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ. സ്പോട്ടിൽ എത്തിയപാടും ദിവമോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കുളിക്കണം എന്ന് പറഞ്ഞിട്ട് കുപ്പായെല്ലാം ഊരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴാണ് വിചാരിച്ചത് തോർത്തൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, വാങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ കുളിക്കും? പിന്നെ എന്തൊക്കെയോ കാട്ടി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അത് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ദിവമോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇറങ്ങി കാല് മാത്രമേ നനച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ഇറങ്ങി കുളിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ കുളിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ വന്നിട്ടുണ്ട്, കോഴിക്കോട് നിന്നും അതുപോലെ തന്നെ കർണാടകയിൽ നിന്നൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിയിൽ മൊത്തം ഉരുളൻകല്ലുകളായിരുന്നു കേട്ടോ. പിന്നെ വെള്ളത്തിൽ കാലിട്ട് ഇങ്ങനെ കളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വെയിലും ഉണ്ട്, എന്നാൽ നല്ലൊരു സുഖമായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഉരുളൻകല്ലൊക്കെ ഞങ്ങൾ പെറുക്കിയെടുത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട, അവിടെ തന്നെ ഇട്ടിട്ട് പോവാം, ഇനിയിപ്പോൾ അതിന് ചീത്ത പറയുമോ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ ഇട്ടു കേട്ടോ. പിന്നെ ഇത് മീനാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്, പക്ഷേ ഇത് തവളാപ്പൊട്ടന്മാരാണ് ഗൈസ്. പക്ഷെ മീൻകൂട്ടങ്ങളെ പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതൊരു കളറും ഉണ്ടായില്ല, ചെറിയൊരു ഓറഞ്ച് കളർ ഇട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് മറ്റേ മീനായിരിക്കുന്നു, പക്ഷേ ഇത് തവളാപ്പൊട്ടന്മാരാണ്. ഇവിടെ വന്നിട്ട് ഞാൻ മീനിനൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവിടുത്തെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ കരയ്ക്ക് കയറിയിട്ടുണ്ട്. ഇനി നേരെ തിരിച്ച് നടക്കണം കേട്ടോ. ഇങ്ങോട്ട് വന്നതുപോലെയല്ല, തിരിച്ച് നടക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു. ഇങ്ങോട്ട് വരാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ തിരിച്ച് നടക്കാൻ ഭയങ്കര മടി ഉണ്ടായിരുന്നു കേട്ടോ. ദിവമോൾ വേഗം അച്ഛൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെ എടുക്കാൻ ആരില്ലാത്ത കൊണ്ട് ഞാൻ സ്വന്തം കാല് വെച്ച് നടന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 220 രൂപ എന്തിനാണ് അവർ വാങ്ങിയെന്നുള്ളതാണ്. കാരണം 100 രൂപ എന്താ നമ്മളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാക്കുന്ന ഈ ചെങ്ങാടത്തിൻ്റെ ഇതാണ്, ചാർജാണെന്ന് വിചാരിക്കാം. പിന്നെ ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നടക്കുകയല്ലേ ചെയ്യുന്നത്, പിന്നെ നമ്മൾ കുളിക്കുക, അതിനാണ് ഈ പൈസ എന്ന് ഞാൻ ആലോചിച്ചു കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമാണല്ലോ. അങ്ങനെ നമ്മളിത് അപ്പുറം കിടക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പം നമ്മൾ തിരിച്ചു വരുന്ന പോലെയല്ല തിരിച്ചു പോകുന്നത്, ഇങ്ങോട്ട് വന്നതുപോലെയല്ല തിരിച്ചു പോക്ക് കേട്ടോ. കാരണം കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ജാക്കറ്റൊക്കെ ഏതൊക്കെയോ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു തിരിച്ച് വരുമ്പോൾ. അവിടെ ഇനിയും വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ ആൾക്കാർ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ വന്നപ്പോൾ ദിവമോളൊരു മുട്ടായി വെച്ച് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതാണ് കുരങ്ങന്മാരെടുത്തിട്ടുണ്ടാവുമോ എന്ന് പറഞ്ഞിട്ട് ആൾ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. പിന്നെ നമ്മൾ നടന്ന് വരുന്ന വഴിക്ക് ഇതുപോലുള്ള കുട്ടി കുട്ടി കടകളുണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് ഭയങ്കര ദാഹമായിരുന്നു. അപ്പം ഞാനൊരു മോരും വെള്ളം വാങ്ങിയിട്ടോ. 2-3 ദിവസമായിട്ട് മോരും വെള്ളത്തിലാണ് പിടിച്ചിട്ടുള്ളത്, എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ മോരും വെള്ളം വാങ്ങി ഞാൻ കുടിച്ചു കേട്ടോ. പിന്നെ ദിവമോൾക്ക് സോഡ വേണമെന്ന് പറഞ്ഞ് സോഡയാണ് കേട്ടോ ദിവമോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് നേരം വെയിൽ കൊണ്ടതല്ലേ, അതായിരിക്കും കേട്ടോ. പിന്നെ ഒരു പൈനാപ്പിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കഴിക്കാനാണ് ഞാൻ പൈനാപ്പിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്, പക്ഷേ ദിവമോളാണ് അത് കഴിച്ചത് ഗൈസ്. പിന്നെ ദിവമോളൊരു കണ്ണട നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ണട വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഒരു കണ്ണട വാങ്ങി. എനിക്കിങ്ങനെ വോയിസ് കൊടുക്കുന്നത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, വേറെ ഒന്നല്ല, ജലദോഷവും തൊണ്ടവേനയും ചുമയും കഫക്കെട്ടും എല്ലാം കൂടി വന്നേ കൊണ്ടാണ് കേട്ടോ. അതിൽ സൗണ്ട് ഇടയ്ക്ക് അടഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ദിവമോക്ക് പറ്റിയൊരു കണ്ണട സൺഗ്ലാസ് വാങ്ങിട്ടോ. പിന്നെ എൻ്റെ ഒരു സൺഗ്ലാസ് അവിടെ കളഞ്ഞു പോയി ഗൈസ്. ഞാൻ ഇവിടുന്ന് ഇട്ട് സ്റ്റൈലാക്കി പോയതായിരുന്നു, അത് അവിടെ ഇട്ടിട്ടും വന്നു കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചുള്ള യാത്രയാണ് കേട്ടോ. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാട്ടിലൂടെയുള്ള ഈ ഒരു യാത്ര നല്ല രസകരമായിരുന്നു. അങ്ങനെ നമ്മളെ വിശന്ന് ഒരു വശത്തായിട്ടുണ്ട്. അപ്പം ദിവമോൾ ഇതവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു സ്ഥലത്തെത്തിയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. നല്ല നാടൻ ഫുഡായിരുന്നു കേട്ടോ, വീട്ടിലുണ്ടാക്കുന്ന അതേ ഫുഡ് തന്നെയായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം തട്ടിക്കൂട്ടി കഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു യാത്രയായിരുന്നു കേട്ടോ. ഈ യാത്രയിലാണ് മഴ പെയ്തത്. മഴ നല്ലോണം പെയ്തു എന്ന് പറഞ്ഞാൽ നല്ലോണം പെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് ഞങ്ങൾ കയറി നിന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കയറിയില്ല, എന്നാൽ പിന്നെ ചായ കുടിച്ചേക്കാന്ന് വിചാരിച്ച് 2-3 ചായയൊക്കെ കുടിച്ച് ഓരോരുത്തരും ഓരോ ചായ കുടിച്ചു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് മഴ കുറഞ്ഞപ്പോൾ വണ്ടി എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് പടക്കത്തിൻ്റെ കട എത്തിയപ്പോൾ ദിവമോക്ക് പടക്കം വാങ്ങാൻ പറഞ്ഞു പടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി പടക്കം വാങ്ങി അച്ചക്കാണ്
അവളെ അച്ഛൻ വാങ്ങിക്കൊടുത്തതാണ്, അവൾ പറയാതെ തന്നെ സർപ്രൈസായി വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ പടക്കം. അപ്പോൾ ഇനി പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അതാ ഇത് കണ്ടപ്പോൾ വാശി പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഈ ഒരു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.